നമസ്കാരം, അമൃതാണ്. നമുക്ക് ഹാൻഡ് ഹെൽഡായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഫാനാണ്. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിനൊക്കെ കാണുമ്പോഴത്തേക്ക് കുറച്ച് അത്യാവശ്യം വലിയ ഫാനായിട്ട് നമുക്ക് തോന്നും. ഇപ്പം നമ്മൾ ഈ ഓൺലൈനിലൊക്കെ പല പ്രോഡക്ട്സും വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ യഥാർത്ഥ സ്കെയിൽ ചിലപ്പോൾ ആ പിക്ചറിൽ നിന്ന് മനസ്സിലാകത്തില്ല. ചിലരത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തേക്കും, അതായത് ഈ പിക്ചറിൽ കാണുന്നതും യഥാർത്ഥ സാധനമായിട്ട് സ്കെയിലിൽ ഒരുപാട് വ്യത്യാസം വരും എന്നുള്ളത് പല പ്രോഡക്ട്സിലും അങ്ങനെ എഴുതിയേക്കും. അങ്ങനെ എനിക്ക് കുട്ടിക്കാലം മുതൽ പല സാധനങ്ങളും ഇതുപോലെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മൾ പിക്ചറിൽ, അതായത് അതിൻ്റെ ആഡ് ക്യാമ്പയിനിൽ കാണുമ്പോഴത്തേക്ക് വലിയ എന്തോ സാധനമാണെന്ന് തോന്നും. പക്ഷേ ശരിക്കും പ്രോഡക്റ്റ് നമ്മുടെ കൈ കിട്ടുമ്പോഴത്തേക്ക് അത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സൈസായിരിക്കും. ഫ്രീ മെറ്റൽ സ്റ്റിക്കർ, അത് എനിക്ക് തോന്നുന്നത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് ഇതിലൊരു മാഗ്നറ്റിക് ആയിട്ട് ഇതിനെ എവിടെയെങ്കിലും ഉറപ്പിക്കാനുള്ളൊരു സംവിധാനമുണ്ട്, ഒരു ബേസ് ഉണ്ട്. അപ്പോൾ അതായിരിക്കും മെറ്റൽ സ്റ്റിക്കർ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. 1 year വാറണ്ടി. പോർട്രോണിക്സിൻ്റെ തൂഫാൻ മിനി സംഭവം വർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവേ ഈ പോർട്രോണിക്സിൻ്റെ പല പ്രോഡക്ട്സ്, ഇതുപോലുള്ള പല പ്രോഡക്ട്സും വേർത്താണ്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. വാല് ഓക്കെ, കണ്ടിടത്തോളം ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ട് പ്രോഡക്റ്റ്. 360 ഡിഗ്രി റൊട്ടേഷനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. 360 അല്ലല്ലോ, കറങ്ങി ഒടിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ. അത് ഓൺ ചെയ്ത് നോക്കാം. അതുപോലെ USB Type-C ചാർജിങ് ആണ്. അതിൻ്റെ മെറ്റാലിക് ബേസ്. സംഭവം കണ്ടിടത്തോളം നല്ല വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ടാണ് തോന്നുന്നത്. ഇതെങ്ങനെ ഓൺ ചെയ്യുന്നത്? സ്വിച്ചില്ലേ? ശരിക്കും ഇപ്പുറത്തെ ഫാൻ ഞാനെടുത്ത് തിരിച്ചു വെച്ചു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് 360 ഡിഗ്രിയിൽ കറങ്ങും. നമ്മളതിൻ്റെ ഫ്രണ്ട് ഫേസ് അല്ല യൂസ് ചെയ്തത്. ഓക്കെ, അത്യാവശ്യം നല്ല കാറ്റായി കിട്ടുന്നുണ്ട്. മാക്സ് സ്പീഡ് അപ് ടു 7800 RPM. ABS മെറ്റീരിയൽ, 3 ഡിഫറെൻറ്റ് മോഡ്സ്, അഡ്ജസ്റ്റബിൾ ഫാൻ ഹാൻഡിൽസ്, മാഗ്നറ്റിക് ബേസ് ഫോർ സ്റ്റെബിലിറ്റി. മാഗ്നറ്റിക് ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ ഒട്ടേണ്ടതാണ്. മാഗ്നറ്റിക് ബേസ് ആണ്. ഈ സംഭവം എങ്ങനെ നിന്നു ഇത്? അതുപോലെ 2000 mAh ബാറ്ററിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറെ എന്തെങ്കിലും ഡിവൈസസ് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യതയില്ല. Type-C ചാർജിങ് പോർട്ട്. അപ്പോൾ എല്ലാം ലേറ്റസ്റ്റ് കോൺഫിഗറേഷനാണ്. അതുപോലെ ഇതിനകത്തുള്ള സാധനങ്ങൾ Type-C ചാർജിങ് കേബിള്, ടാഗുണ്ട്. പക്ഷെ വലിയ സൗണ്ടൊന്നുമില്ല. ചത്ത്, ബാറ്ററി ഇല്ല. ചാർജ് ഇല്ലാത്തതാണ് പ്രശ്നം. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വൈസ് ഇറ്റ്സ് ഫാർ ബെറ്റർ. ഞാൻ ഇത്രയും ഒരു ക്വാളിറ്റി ഇതിൽ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വെറും ലോക്കൽ സാധനമൊന്നുമല്ല, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകത്തക്ക വിധത്തിലുള്ളൊരു ഡിസൈനാണ്. എന്ന് വെച്ചിട്ട് ഒരു വീഴ്ചയിലൊന്നും തകർന്നു പോണ ഒരു ഡിസൈനൊന്നും അല്ല. പിന്നെ എനിക്ക് തോന്നുന്നു വാട്ടർ സ്പ്ലാഷ് പ്രൂഫ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കാൻ കാരണം ഇത് ഫിലിം ആക്ടേഴ്സൊക്കെ ഇങ്ങനെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൈ പിടിച്ചേക്കും. നമ്മളിപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോയില്ലെന്നുണ്ടെങ്കിലും ഈ റിംഗ് ലൈറ്റൊക്കെ ഇട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇതൊന്ന് ഫേസൊക്കെ ഒന്ന് തണുപ്പിക്കാൻ സാധനം ഇനഫാണ്. അപ്പോൾ ഞാനിതിന് ഏതാണ്ട് 700 സംതിങ് എങ്ങാണ്ട് പേ ചെയ്തു. അതും അവരുടെ ഒരു കറക്ക് കമ്പനി ഉണ്ടല്ലോ, സ്പിന്നിങ് വീൽ. അത് ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടതാണ്. അപ്പോൾ ആ വീൽ സ്പിൻ ചെയ്യുമ്പോഴത്തേക്കൊരു ലക്കി ഡ്രോ പോലെയാണ്. എനിക്ക് ഏതാണ്ട് ഒരു 10% അങ്ങാണ്ട് ഒരു ഡിസ്കൗണ്ട് കിട്ടി. അതും കൂടെ അവൈൽ ചെയ്ത്, ആ ഒരു പ്രൊമോ കോഡും കൂടെ അവൈൽ ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് നന്നായിട്ട് ചാർജ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു 1 month ഒക്കെ ഇനഫാണ്. 1 month യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു ജെന്യൂൻ ആയിട്ടുള്ളൊരു യൂസർ ഫീഡ്ബാക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.